ഗുഡ് മോർണിംഗ്. നമ്മൾ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ലാസ്റ്റ് നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സ്ഫെറിക്കൽ ഷെല്ലൊക്കെയാണ് പറഞ്ഞത് അല്ലേ? ഇനി അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിന്റെ പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നമുക്ക് ആ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് പോയ്സൺസ് ഇക്വേഷൻ. പോയ്സൺസ് ഇക്വേഷൻ POISSON ആണോ? പോയ്സൺ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. ഓക്കെ, പോയ്സൺസ് ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ എന്താണ്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇതാണ് മാക്സ്വെലിന്റെ ഫസ്റ്റ് ഇക്വേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇത് നമ്മള് പൊട്ടൻഷ്യൽ ഫോർമുലേഷനിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ വാല്യൂ നമ്മൾ മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? മൈനസ് ഡെൽ ഡോട്ട് ഡെൽ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയാം. ഓക്കെ, ഇനി ഡെൽ ഡോട്ട് ഡെൽ വി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡെൽ ഡോട്ട് ഡെൽ വി അല്ലെങ്കിൽ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ. അതുപോലെ ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞാൽ എന്താവും? ഡെൽ സ്ക്വയർ എന്നാവും അല്ലെ? മൈനസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് അപ്പുറത്തേക്ക് എടുത്താൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഈ ഇക്വേഷനെയാണ് പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറയാം. എന്താ പറയാ? പോയ്സൺസ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഡെറിവേഷൻ സിമ്പിൾ ആണ്. ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അതിനകത്ത് ഈക്ക് പകരം മൈനസ് ഡെൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഈ ഡെൽ സ്ക്വയർ എന്താ നിങ്ങൾക്ക് അറിയാം? എന്താണ്? ലപ്ലേഷ്യൻ അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ലപ്ലേഷ്യൻ ഓപ്പറേറ്റർ അല്ലെ? ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യനിൽ ഇത് വരും ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് വരും അല്ലെ? ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡെൽ സ്ക്വയർ വി കാണാൻ നിങ്ങൾക്ക് അറിയാം. പൊട്ടൻഷ്യൽ വി ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്കെയിലാർ ഫംഗ്ഷൻ, ഡയറക്ഷൻ ഇല്ലാത്ത. അതിന്റെ ലാപ്ലേഷൻ കാണാനുള്ള മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇഫ് ദി ചാർജ് ഡെൻസിറ്റി ഈസ് 0 അല്ലെങ്കിൽ ഒരു ചാർജ് ഫ്രീ മീഡിയം ആണെന്ന് എഴുതാം അല്ലെ? ഇഫ് ദി ചാർജ് ഡെൻസിറ്റി ഇൻ ദാറ്റ് റീജിയൻ ഈസ് 0, ഇഫ് റോ ഈക്വൽ ടു 0, then ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്നോ അല്ലെ? ഇങ്ങനെയോ? ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? ലപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. ലപ്ലേസ് ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഒരു പേരാണ്. എന്താണ്? പോയ്സൺസ് ഇക്വേഷൻ. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലപ്ലേസ് ഇക്വേഷൻ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് എപ്പോഴും എക്സാമിന് ഡിറൈവ് പോയ്സൺസ് ആൻഡ് ലപ്ലേസ് ഇക്വേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ പോയ്സൺസ് ആൻഡ് ലപ്ലേസ് ഇക്വേഷൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഡെൽ സ്ക്വയർ ഈക്വൽ ടു 0 ഇതാണ് ലപ്ലേസ് ഇക്വേഷൻ. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ കഴിഞ്ഞ സിലബസ് വരെ നമുക്കൊരു ചാപ്റ്ററിനെ ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഡെൽ സ്ക്വയർ ഈക്വൽ ടു 0 ഇത് ലപ്ലേസ് ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലപ്ലേസിന്റെ 1 ഡയമെൻഷണൽ ക്വസ്റ്റ്യനും അതുപോലെ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാവുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സംഭവം സിലബസ് എടുത്തു കളഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എടുത്ത് മാറി കിട്ടണമെങ്കിൽ ഭയങ്കര സമയം എടുക്കും. ഓക്കെ, അപ്പം ലപ്ലേസ് ഇക്വേഷൻ ഇതാണ്. ഇനി ഇതിന്റെ 1 ഡയമെൻഷണൽ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ, ഇൻ 1 ഡയമെൻഷൻ സാധാരണ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ 3 ഡയമെൻഷൻ എന്താ? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ആണെന്ത്? 3 ഡയമെൻഷണൽ ലപ്ലേസ് ഇക്വേഷൻ അല്ലേ?
അല്ലെങ്കിൽ 3 dimensional Laplacian operator എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ ജനറൽ. ഓക്കെ, ഇനി 1 dimensional Laplacian equation എന്ന് പറഞ്ഞാൽ എന്താവും? 1 dimensional equation എന്താവും? ഇതൊന്ന് എക്സ് കമ്പോണന്റ് മാത്രം. അപ്പൊ എന്ത് വരും? ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ എളുപ്പമാണ്. ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കിട്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ? ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഒരു എം ആണെന്ന് എഴുതാം. ആ കോൺസ്റ്റന്റ് ഓക്കെ, എം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കിട്ടി അല്ലെ? ഇന്റഗ്രൽ രണ്ടു ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് ഇവിടെ ക്ലിയർ ആയി പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നല്ലേ? അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഈക്വൽ ടു 0. ഒരു സംഭവത്തിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ് അല്ലെ? ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 അല്ലേ? അല്ലേ? അതുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ വി ബൈ ഡോ എക്സ് ഈസ് എ കോൺസ്റ്റന്റ്. ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ഞാൻ എം എന്ന് എടുത്തു എഴുതാം. വീണ്ടും എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഡോ വി ബൈ ഡോ എക്സിന്റെ ഇന്റഗ്രേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി, ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വി അല്ലെ? ഈക്വൽ ടു എമ്മിന്റെ ഇന്റഗ്രൽ എന്താ? എം എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് സി. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? അല്ലെ? അതുകൊണ്ട് 1 dimensional ലാപ്ലേസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക അല്ലെ? ഇതല്ലേ v ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ലൈന് അല്ലെ? സി എന്താണ്? വൈൻ്റെ സെറ്റ്, എം എന്താണ്? സ്ലോപ്പ്. ഓക്കെ, അങ്ങനെയൊക്കെ കാണാം അല്ലെ? അപ്പൊ അതാണ് 1 dimensional ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻ എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഇതൊന്ന്. ഇനി 2 dimensional ലാപ്ലേസ് ഇക്വേഷൻ. ഇത് ഇത്രയൊന്നുമല്ല, ഇനിയും കുറെ പോകാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം സിലബസിൽ അത്രയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം പറയാണ്. ഇനി 2 dimensional ലാപ്ലേസ് ഇക്വേഷൻ. എന്താ 2 dimensional ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഡോ സ്ക്വയർ എക്സ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിൽ ഒരു കോർഡിനേറ്റ്, അതിൽ 2 കോർഡിനേറ്റ് അല്ലെ? ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതുപോലെ ഇന്റഗ്രേറ്റ് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഈ ഇക്വേഷന്റെ സ്വഭാവം അനുസരിച്ച് എന്താണ്? ഈ ഒരു ലൈനിന് നല്ല പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഒരു സ്ട്രേറ്റ് ലൈനിന്റെ പ്രത്യേകതയാണത്. അതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ എപ്പോഴും എൻഡ് പോയിന്റിലാവും അല്ലെ? ഇതിന്റെ മാക്സിമം വാല്യൂ എത്രേ? ഇവിടെ. മിനിമം വാല്യൂ എത്രേ? ഇവിടെ. അത് രണ്ടറ്റത്തല്ലേ? അതെ. പിന്നെ ഇതൊരു ലൈനാണ്. അതുപോലെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതിന്റെ സൊല്യൂഷന് ഒരു പ്രത്യേകത ഉണ്ടാവും. ഇത് 1 dimensional ആയതുകൊണ്ട് ഇതൊരു ലൈന്, ഇത് 2 dimensional ആയതുകൊണ്ട് ഇതൊരു സർഫസ് ആവും. ഇമ്പോർട്ടന്റ് ആണ്. ദ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ലാപ്ലേസ് ഇക്വേഷൻ വിൽ ബി, അല്ലെങ്കിൽ 2 dimensional ലാപ്ലേസ് ഇക്വേഷൻ വിൽ ബി എ സർഫസ്. ഒരു സർഫസ് ആണ്. അതിന്റെ മാക്സിമം വാല്യൂസ് അതിന്റെ ബൗണ്ടറീസിലായിരിക്കും അല്ലെ? ഇത് അറ്റത്ത് എന്ന് പറയാം. ഒരു സർഫസ് ആകുമ്പോൾ എന്ന് പറയാം അതിന്റെ ബൗണ്ടറിയിൽ എന്ന് പറയാം. മാക്സിമം മിനിമം ബൗണ്ടറിയിലായിരിക്കും. ഓക്കെ, അതുപോലെ ഇനി എന്താണ്? 3D ലാപ്ലേസ് ഇക്വേഷൻ. അതെന്താണ്? ഇത് അല്ലെ? ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. അതാണ് 3 dimensional ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആവും. ഓക്കെ, ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതൊരു ലൈനാണ്, അതൊരു സർഫസ് ആണ്, അതൊരു വോളിയം ആവും. ആ വോളിയത്തിന്റെ പ്രത്യേകത എന്താവും? ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആവും. അത്രയാണ് എന്ത് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, എത്രയാണ്? ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞു. ലാപ്ലേസ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോയിസൺസ് ഇക്വേഷൻ എങ്ങനെയാണ്, അതുപോലെ ലാപ്ലേസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്താണ്? 1/4πε0 into Q/R ആണ് അല്ലേ? For a volume distribution of a charge,
ഫോർ എ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ദ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു, വോളിയം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താവും, Q will be equal to integral rho d tau എന്നാവും അല്ലെ. വോളിയം ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ കാരണം നമുക്ക് എന്താണ് റോ ഈക്വൽ ടു dq by d tau ആണ് അല്ലെ. അതിൽ നിന്നും dq equal to rho d tau എന്ന് വരും, q equal to integral rho d tau എന്ന് വരും. ഫോർ എ വോളിയം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ the potential due to a volume distribution is given by 1 by 4 pi epsilon 0 integral q എന്ന് പറഞ്ഞാൽ integral rho d tau by r എന്ന് വരും. Potential due to a volume distribution എന്താണ്, v volume equal to 1 by 4 pi epsilon 0 into integral rho d tau by r എന്ന് പറയാം. ഇനി if it is a surface distribution, the potential due to a surface distribution can be given as 1 by 4 pi epsilon 0 into integral surface ആണ് sigma dA അല്ലെങ്കിൽ ds by r എന്ന് പറയാം. ഓക്കെ, അവിടെ എന്താവും, sigma equal to dq by ds എന്നാവും അല്ലെങ്കിൽ dA എന്നാവും. ഓക്കെ, dA ds ആവും എന്താ വെച്ചാൽ ഉപയോഗിക്കാം, സർഫസ് എലമെന്റ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്താ പറയാം, v equal to 1 by 4 pi epsilon 0 integral lambda dl by r എന്ന് പറയാം. നമ്മള് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞിട്ടില്ലേ, അത് മൂന്ന് നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഇത്ര കൂടുതലായിട്ട് പറയുന്നത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാ അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാ. നമുക്ക് എപ്പോഴും നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ സ്കെയിലേഴ്സിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പൊ പഠനം നല്ല സ്മൂത്ത് ആയിരുന്നു, അടിപൊളിയായിട്ട് പോയായിരുന്നു. അതിന്റെ ഇടക്കാണ് +1 വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞ ആ പാഠം വന്നത്. അതോടെ നമ്മൾ എല്ലാ പ്രതീക്ഷയും പോയി അല്ലെ. ഒരു ഭയങ്കര ടഫ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന പോലെയായിരുന്നു അല്ലെ. ഇറ്റ്സ് ഓൾവേസ് ഡിഫിക്കൾട്ട് ടു ഡീൽ വിത്ത് വെക്ടർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഡീൽ വിത്ത് സ്കെയിലർ ഓപ്പറേറ്റേഴ്സ്. അത് തന്നെയാണ് റീസൺ അല്ലെ. ഇറ്റ്സ് ഓൾവേസ് ഈസി ടു ഡീൽ വിത്ത് വെക്ടേഴ്സ് ദാൻ ഈസ് ഓൾവേസ് കോംപ്ലിക്കേറ്റഡ് ടു ഡീൽ വിത്ത് വെക്ടേഴ്സ് ആൻഡ് ഈസ് ഈസി ടു ഡീൽ വിത്ത് സ്കെയിലേഴ്സ് അല്ലെ. പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണ്. സ്കെയിലറിനായിട്ട് ഡീൽ ചെയ്യണം നമുക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ കാണാം ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് അല്ലെ, സ്പെഷ്യലി ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എങ്ങനെ കാണാം, വി ക്യാൻ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ കണ്ടിട്ട് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നു, ശേഷം ഇലക്ട്രിക് ഫീൽഡ് ഒബ്റ്റെയിൻഡ് ആസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇനി പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നത് മറ്റേ v equal to minus integral E dot dl വെച്ചിട്ടല്ല, അതാവുമ്പോ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് വേണ്ടേ. അങ്ങനെയല്ല, നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ വെച്ചിട്ട് അല്ലെ. ഇതല്ല, del square v equal to 0 എന്ന് പറഞ്ഞില്ലേ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് പൊട്ടൻഷ്യൽ ഇക്വേഷൻ കാണും. നമ്മളിപ്പോ നേരത്തെ സ്ട്രേറ്റ് ലൈൻ സർഫസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ സോൾവ് ചെയ്യാനൊക്കെ കുറെ ടെക്നിക്സ് ഉണ്ട് അല്ലെ. അതുപോലെ ഇമേജിംഗ് ടെക്നിക്സ് ഒക്കെ കുറെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മൾ പൊട്ടൻഷ്യൽ കാണും. ഓക്കെ, എന്നിട്ട് നമ്മൾ E equal to minus del v വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പം സ്കെയിലാറാണ് നമ്മൾ കാണുന്നത്, എന്നിട്ട് നമുക്ക് ഗ്രേഡിയന്റ് കാണുമ്പോൾ അതിന്റെ വെക്ടർ ആയ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നു അല്ലെ. ഇതാണ് അഡ്വാൻറ്റേജ് ഓഫ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഭാഗമാണ് അതൊക്കെ, പോയ്സൺസ് ഇക്വേഷൻ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ ഒക്കെ. ഓക്കെ, അത്രയാണ് ഇന്നത്തേക്ക്, അത് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഓൾ.